ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിൽ സദ്യ സ്പെഷ്യൽ അവിയൽ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കടായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തിട്ടുള്ളത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പച്ചക്കറികൾ അടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് മുകളിലായി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ചേർക്കുന്നത് നീളത്തിൽ അരിഞ്ഞെടുത്ത മത്തങ്ങയാണ്. നിങ്ങളുടെ കയ്യിൽ ചേന ഉണ്ടെങ്കിൽ ആദ്യം ചേന ചേർത്തിട്ട് ബാക്കിയുള്ള പച്ചക്കറികൾ ഇതിന് മുകളിലായി ചേർക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബീൻസും ക്യാരറ്റും നേന്ത്രക്കായും മുരിങ്ങക്കായുമാണ്. അത് ഓരോന്നായി മുകളിലായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വെള്ളമുള്ള പച്ചക്കറികൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് വെള്ളരിക്ക, കുമ്പളങ്ങ ഇതുപോലെയുള്ള പച്ചക്കറികൾ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ചേർക്കണം. ഏറ്റവും അവസാനം മുരിങ്ങക്കായുമാണ് ചേർക്കേണ്ടത്. പച്ചക്കറികൾ ചേർത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനം 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ വെള്ളമുള്ള പച്ചക്കറികളൊന്നും ഇല്ലാത്ത കാരണമാണ് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകവും 2 പച്ചമുളകും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ തൈരും ചേർത്ത് വീണ്ടും ചതച്ചെടുക്കാം. അങ്ങനെ ചതച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. അതിനുശേഷം പച്ചക്കറികൾ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കഷ്ണങ്ങൾ ഉടയാതിരിക്കാൻ ഏറ്റവും നല്ലത് ചേറ്റിയെടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം തോന്നുന്നത് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പച്ചക്കറി കഷ്ണങ്ങളെല്ലാം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ചെടുത്ത് നാളികേരം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഇപ്പോൾ ഇത് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഞെരടി ചേർക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ചേർന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ. അപ്പോൾ ഇതുപോലെയൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.